എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിപ്റ്റോ ലാബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് CoinMarketCap.com എന്ന വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ഈ വെബ്സൈറ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മൾ ക്രിപ്റ്റോ കറൻസി ഫീൽഡിലിരിക്കുന്ന ആർക്കും എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള സൈറ്റാണ് CoinMarketCap. ഇതിനകത്ത് ഒരുവിധം എല്ലാ ക്രിപ്റ്റോ കറൻസിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഇത് ബ്ലാക്ക് തീമായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇത് പിന്നെ നൈറ്റ് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നൈറ്റ് മോഡിലാണുള്ളത്. ഇത് ഞാനിവിടെ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈറ്റ് മോഡ് ഓഫ് ആക്കി പറയാം. നമുക്ക് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര വോളിയം ഉണ്ട്, അതിൻ്റെ ഒരു ഗ്രാഫ് കണ്ടെത്താൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ സൈറ്റുകൾ, ഇതെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു CoinMarketCap പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ മാർക്കറ്റിലത്തെ ഒരു കണ്ടീഷൻ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന കോയിനുകളാണ് ഫസ്റ്റിൽ തന്നെ നമുക്ക് വരുന്നത് 24 hours. ഓക്കെ, ബിറ്റ് കോയിൻ ഉണ്ട്, എത്തീരിയം, റിപ്പിൾ, അങ്ങനെ എല്ലാം ഉണ്ട്. നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് കോയിൻ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ XRP അടിച്ചു. ഓക്കെ, XRPയുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ XRPയുടെ $ലുള്ള പ്രൈസാണിത്. 1.01% അപ്പായിട്ടുണ്ട്. $ഉള്ള പ്രൈസ് ആണെങ്കിൽ 0.537353 സെൻറ്റ് ആണ് ഇതിൻ്റെ കറണ്ട് റേറ്റ്, ഇപ്പോഴത്തെ റേറ്റ്. അതിൻ്റെ BTC വാല്യൂ ആണ് താഴെയുള്ളത്. ഇത് ഇപ്പോൾ 24 hours വന്ന പ്രൈസ് ചേഞ്ചസ് ആണ്. 1.01% അപ്പായിട്ടുണ്ട്. ഓക്കെ, $. പക്ഷേ BTCയിൽ -0.32% ഡൗൺ ആണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളതാണ് ഈ വാല്യൂ. പിന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ, ടോട്ടൽ സപ്ലൈ, 24 മണിക്കൂറിലത്തെ വോളിയം, ഇതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇപ്പോൾ ഒരു സൈറ്റിൻ്റെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ, ട്വിറ്ററോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റും. ഈ സോഷ്യലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം, കണ്ടോ, @Ripple, ഇതാണ് ഒരു സോഷ്യൽ അക്കൗണ്ട്. ഇത് നമ്മൾ ഇതുപോലെ അത്യാവശ്യം നല്ല ക്രിപ്റ്റോ കറൻസികൾ, മാർക്കറ്റിലത്തെ ക്രിപ്റ്റോ കറൻസികൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരുടെ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ അവർ പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെല്ലാവരും ഈ ക്രിപ്റ്റോ ഫീൽഡിൽ ഇരിക്കുന്ന എല്ലാവരും അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്രിപ്റ്റോ കറൻസിയുടെ നല്ല ന്യൂസുകൾ, കാര്യങ്ങൾ. അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല ഒരു ഹൈപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നല്ല ന്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ക്രിപ്റ്റോ കറൻസി നമ്മൾ ബൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ബിനാൻസ് ആയിക്കോട്ടെ, ബിട്രെക്സ് ആയിക്കോട്ടെ, എക്സ്ചേഞ്ചിൽ അത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു ട്വിറ്റർ അക്കൗണ്ട് തന്നെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഇത്തരം കോയിനെ മാത്രം ഫോളോ ചെയ്തിട്ട് അതൊക്കെ ഡെയിലി വാച്ച് ചെയ്യാം. നല്ല ഇൻഫർമേഷൻസ്, ന്യൂസുകൾ, കാര്യങ്ങൾ അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് കോയിൻ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ മാർക്കറ്റിൽ ഈ റിപ്പിൾ ലിസ്റ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ കണ്ടെത്താൻ സാധിക്കും. ഏതൊക്കെ എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത്, അത് ഏതൊരു ക്രിപ്റ്റോ കറൻസി ആയി കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ സാധിക്കും. ഏത് പെയറിലാണത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. BTC പെയറിലുണ്ട്, ETH പെയറിലുണ്ട്, OKX ETH പെയറിലുണ്ട്. ഉണ്ടോ, ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചാർട്ട്, ഓക്കെ, നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ചാർട്ടാണ് വരുന്നത്. അതിൽ ഈ ഗ്രീൻ കാണുന്നത് $ലായിട്ടുള്ള വേരിയേഷൻസും ഇത് ഓറഞ്ച് കളറിലുള്ളത് BTC വേരിയേഷൻസുമാണ്. അത് നമുക്കിവിടെ വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. ഈ ഒരു ടൈമിൽ എത്ര അതിന് പ്രൈസ് ഉണ്ടായിരുന്നു, അത് ഏത് മാസമാണ്, അതുപോലെ ഡോളർ വാല്യൂ 20, ഇവിടെ എല്ലാം ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ അത് സംഭവിച്ച ചേഞ്ചസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെയുള്ള ഡേറ്റ് വരെയുള്ള ഗ്രാഫ് വരെയൊക്കെ നമുക്ക് തപ്പി നോക്കാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ എക്സ്പ്ലോറർ നമുക്കിതിൻ്റെ
ബ്ലോക്ക് ചെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ബിറ്റ് കോയിനൊക്കെ ആണെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതുപോലെ ഓരോ ക്രിപ്റ്റോ കറൻസിയും ഓരോ ബ്ലോക്ക് ചെയിൻ പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. അതിവിടെ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ എക്സ്പ്ലോറർ ഉണ്ട്. എക്സ്പ്ലോർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എക്സ്പ്ലോറർ 2. ഓക്കെ, അപ്പോൾ അതിൽ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്തപ്പോൾ ഓപ്പണായ സൈറ്റാണ്. നമ്മുടെ ബിറ്റ് കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ പോലെ തന്നെ XRPക്ക് അതിൻ്റേതായ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ XRP നമ്മൾ ട്രാൻസാക്ഷൻ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റ് ഒരു സ്ഥലത്തേക്ക് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാഷ് കീ ഉണ്ടാവും. ആ ഹാഷ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, എത്ര കൺഫർമേഷനായി, ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് നമുക്ക് ഈ ഇവരുടെ ബ്ലോക്ക് ചെയിനിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഓരോ ക്രിപ്റ്റോ കറൻസിയിലും ഇതുപോലെ ഓരോ ബ്ലോക്ക് ചെയിൻ അപ്പോൾ അതിൻ്റേതായൊരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.